പവിത്രം സീരിയലിന്റെ അടുത്ത ആഴ്ചയിലെ മുഴുവൻ എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിക്രം മല ചവിട്ടി വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോഴാണ് ആ ഒരു കാര്യം അറിയുന്നത്. വേദ വീട്ടിലില്ല. വേദ സ്വന്തം വീട്ടിലേക്ക് പോയി എന്നുള്ള കാര്യം അറിഞ്ഞതും വിക്രം ആകങ്ങ് സങ്കടപ്പെട്ടു പോവാണ്. വേദ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോയി എന്ന കാര്യം അറിഞ്ഞപ്പോഴേക്കും വിക്രം ആകങ്ങ് തകർന്നു പോവാണ്. വിക്രമിന് അത് കേട്ടപ്പോൾ ഒട്ടും തന്നെ സഹിക്കാനാവുന്നില്ല. കാരണം വിക്രം ചില തീരുമാനങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് മല ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് വന്നത്. ഇനിയിപ്പോ ശ്രീകാര്യൻ ശ്രീനിവാസനോടൊപ്പം തന്നെ അധികം കൂട്ടുകെട്ടുകളൊന്നും വേണ്ട. കാരണം വേദക്കത് ഇഷ്ടമേ. മാത്രമല്ല മാഷിനാണെങ്കിലും കമലമ്മക്കാണെങ്കിലും ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്ത കാര്യമാണല്ലോ അത്. അപ്പോ അവർക്കൊന്നും ഇഷ്ടമില്ലെങ്കിൽ പിന്നെ താൻ ആ വഴിക്ക് പോയിട്ട് കാര്യമില്ല. ഇനിയെങ്കിലും നല്ലൊരു ജീവിതം തനിക്ക് ഉണ്ടാവണമെന്നൊരു ചിന്തയായിരുന്നു കേട്ടോ വിക്രമിന്. പഴയതുപോലെ വിക്രമും മാഷും തമ്മിലുള്ള പിണക്കങ്ങളും ഒക്കെ മാറിയിട്ടുണ്ടല്ലോ. പക്ഷേ അപ്പോഴാണ് വിക്രം ഇടിയേറ്റതുപോലെ തന്നെ ഈ ഒരു കാര്യം കേൾക്കുന്നത്. വേദ അവിടെ ഇല്ല എന്ന കാര്യം. വിക്രം ഒരു നിമിഷം അങ്ങ് തകർന്നു പോയി. അന്നേരം കമലമ്മ അടുത്ത് വന്ന് പറഞ്ഞിട്ട്, മോനെ നീ അവളുടെ അടുത്തേക്ക് ചെല്ലണം, വേദയുടെ അടുത്തേക്ക് ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കണം. ഇനിയിപ്പോ ശ്രീകാര്യം ശ്രീനിവാസനുമായിട്ട് നിനക്ക് യാതൊരുവിധ ബന്ധമില്ല എന്നും അയാളുമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ ഒന്നുമില്ല എന്ന് തന്നെ നീ അവളോട് തീർത്തും പറയണം. അവൾ ഉറപ്പായിട്ടും തിരിച്ചു വരും. അങ്ങനെയൊക്കെ പറഞ്ഞ് കമലമ്മ അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അത് കേട്ടപ്പോ നന്ദിനി ഇടക്ക് കയറി പറയുന്നുണ്ട്, അവളൊന്നും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരില്ല, തനിക്ക് അവൾ വരുമെന്ന് തോന്നുന്നില്ല എന്ന് പറയും. അവൾ വരാനൊന്നുമല്ല പോയിരിക്കുന്നത്. അവളുടെ പോക്കും മറ്റും കണ്ടിട്ട് അവൾ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്നാ എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയട്ടെ നന്ദിനി ബാഗിനകത്ത് തുണിയെല്ലാം തന്നെ എടുത്തോണ്ട് പോയേക്കുവാണ്. അങ്ങനെ നന്ദിനി അവിടെയും ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കും. വിക്രമിന്റെ മനസ്സിലേക്ക് തീ കോരിയിട്ട് നന്ദിനി കൂടുതൽ കൂടുതൽ എണ്ണയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ സംസാരിക്കാണ്. അത് കേട്ട് മാഷിനും ദേഷ്യം വരും. മാഷ് പറയുന്നത്, നന്ദിനി നീ ഒന്ന് നാവടക്കി വെക്കുവോ, അല്ലെങ്കിൽ നിന്റെ കരണക്കുട്ടി നോക്കിയിട്ട് ഞാൻ ഒന്നങ്ങ് പൊട്ടിക്കുമെന്നൊക്കെ പറയും. അവൾ എരുതിയിൽ എണ്ണ ഒഴിക്കാനായിട്ട് വന്നിരിക്കുന്നു, കേറിപ്പൊടി അകത്ത് എന്നൊക്കെ പറഞ്ഞ് മാഷ് ദേഷ്യപ്പെടും. അപ്പോഴും നന്ദിനി വിട്ടുകൊടുക്കുന്നില്ല. അത് പിന്നല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ, സത്യം പറയുന്നവരെ ആർക്കും കണ്ണിൽ കാണത്തില്ലല്ലോ. നന്ദിനി അതും പറഞ്ഞ് കയറി പോവാണ്. ആ സമയത്തിനെ വിനായകൻ ചെന്ന് പറയുന്നുണ്ട്, നന്ദിനി ദൈവത്തെ ഓർത്തിട്ട് നീ വെറുതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്, അറിയാലോ. അല്ലെങ്കിൽ തന്നെ അവരൊക്കെ ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയമാണ്. വേദ വീട്ടിൽ നിന്ന് പോയതിന്റെ വിഷമത്തിലാണ് എല്ലാവരും. അതിന്റെ ഇടയ്ക്ക് നീയും കൂടി ഇനി വെറുതെ പറഞ്ഞിട്ട് വെറുതെ പ്രശ്നമുണ്ടാക്കണ്ട. അച്ഛൻ മിക്കവാറും നമ്മൾ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടുമെന്ന് പറയുന്ന സമയത്തിന് നന്ദിനി പറയുന്നത്, അതെ ഞാനുള്ള സത്യാവസ്ഥയാ പറഞ്ഞത്. അവൾ ഇനി ഇങ്ങോട്ടേക്ക് വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മിക്കവാറും ഡിവോഴ്സ് ആയിരിക്കും നടക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് നന്ദിനി വീണ്ടും വേദയെ കുറ്റപ്പെടുത്താണ്. ആ സമയത്തിന്റെ മാഷും കമലയും കൂടി വിക്രമിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. മോനെ വിക്രം, നീ വിഷമിക്കാതിരിക്കടാ, അവൾ തിരികെ ഇങ്ങോട്ടേക്ക് വരും. അവൾക്ക് അങ്ങനെ പോയി നിൽക്കാനൊന്നും പറ്റില്ലല്ലോ. അറിയാലോ, അവൾക്ക് ഈ വീടിനെയും വീട്ടുകാരെയും ഒന്നും അധികം ഒന്നും വിട്ടു നിൽക്കാൻ പറ്റില്ല എന്ന് പറയും. അതുപോലെ തന്നെയാണ് ശ്രീജയും പറയുന്നത്. ശ്രീജ പറയുന്നത്, വിക്രം നീ ചെന്ന് അവളോടൊന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇപ്പോ ഈ ശ്രീകാര്യം ശ്രീനിവാസന്റെ പ്രശ്നത്തിനാണല്ലോ അവൾ ഇവിടെ നിന്നും വീട് വിട്ടിറങ്ങിപ്പോയിരിക്കുന്നത്. അതുകൊണ്ട് അവൾ ഉറപ്പായിട്ടും തിരിച്ചു വരും. അപ്പോ അവരുടെ മനസ്സിൽ അങ്ങനെയൊക്കെയാണ് ശ്രീകാര്യം ശ്രീനിവാസന്റെ കാര്യത്തിലാണ് പോയിരിക്കുന്നത് എന്നൊരു ചിന്തയായിരിക്കട്ടോ. പക്ഷേ ഇനി അയാളുമായിട്ട് യാതൊരു വിധ കൂട്ടില്ല എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേദ തിരിച്ചു വരും. ആ ചിന്തയിലായിരുന്നു എല്ലാവരും. അതുകൊണ്ട് വിക്രമിനോട് പോയി സംസാരിക്കാനായിട്ട് പറയാണ്. വിക്രം അങ്ങനെ എല്ലാവരുടെയും വാക്ക് കേട്ടുകൊണ്ടതിനെ വേദയെ കാണാൻ തീരുമാനിച്ചു. ഇതേ സമയത്ത് വേദയുടെ വീട്ടിലാണെങ്കിൽ വേദക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? വീട്ടിൽ നിന്നും പോയതിനു ശേഷം ആഹാരം പോലും കഴിക്കുന്നുണ്ടായിരുന്നില്ല. പത്മ വന്ന് വിളിച്ചിട്ട് പോലും ആഹാരം കഴിക്കാനൊന്നും വേദ കൂട്ടാക്കുന്നില്ല. ഈ സമയത്ത് തന്നെ പത്മ പോയിട്ട് ശങ്കരനാരായണനോട് പരാതി പറയുന്നുണ്ട്. അവൾക്ക് കാര്യമായിട്ട് എന്തോ ഒരു വിഷമം തട്ടിയിട്ടുണ്ട്. എന്താ കാര്യമെന്നൊന്നും അറിയത്തില്ലല്ലോ. വിക്രമിനോട് വഴക്കിട്ട് വന്നതാണെങ്കിൽ അവൾ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല, അല്ലെങ്കിൽ അവനോട് വഴക്കിട്ടിട്ടൊന്നും അങ്ങനെ വരത്തില്ല. ശങ്കരനാരായണനും ആ കാര്യത്തിൽ ചില ടെൻഷൻ ഉണ്ടായിരുന്നു. ഒരിക്കലും വേദ അങ്ങനെ വഴക്കിട്ട് വരുന്ന സ്വഭാവക്കാരിയല്ല. ഇന്ന് വരെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. വേദയുടെ മനസ്സിലാണെങ്കിൽ വിക്രം മലക്ക് പോയി വന്നു കാണും. തന്നെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രത്തിന് അത് എങ്ങനെയായിരിക്കും പ്രതികരണം? വിക്രത്തിന് ടെൻഷനായിരിക്കുമോ സങ്കടമായിരിക്കുമോ എന്നൊക്കെ ചിന്തയായിരിക്കട്ടെ വേദക്ക്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിക്രം പെട്ടെന്ന് വേദയുടെ വീട്ടിലേക്ക് വരുന്നത്. വിക്രം വന്ന് കോളിംഗ് ബെൽ അടിക്കുന്ന സമയത്തന്നെ കതക് തുറന്നു കൊടുക്കുന്നത് പത്മമായിരിക്കും. വിക്രമിനെ കണ്ടപ്പോൾ തന്നെ, ഓ വിക്രം, നീ എപ്പോഴാ മലക്ക് പോയിട്ട് വന്നേന്നൊക്കെ ചോദിക്കാണ് പത്മം. രാവിലെ വന്നിരുന്നു. അല്ലമ്മേ, വേദ എവിടെയല്ലേ എന്ന് ചോദിക്കും വിക്രം. എനിക്ക് അവളെ ഒന്ന് കാണണം, ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴെന്നെ പത്മ ചോദിക്കുന്നുണ്ട്, അല്ല വിക്രം, വേദയും നീയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന്, ഞങ്ങൾ തമ്മിൽ അങ്ങനെ വഴക്കൊന്നുമില്ല. പിന്നെന്താ അവൾ ഇങ്ങോട്ടേക്ക് പോന്നേ? അവൾ ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാ ചോദിച്ചത് എന്ന് പറയും. അത് കേട്ടപ്പോൾ വിക്രം പറയുന്നുണ്ട്, എനിക്കറിയില്ല അമ്മേ, എനിക്ക് അവളോടൊന്ന് സംസാരിക്കണമെന്നും പറയും. അങ്ങനെ പത്മ ചെന്നിട്ട് വേദയെ വിളിച്ചു പറയുന്നുണ്ട്, നിന്നെ കാണാൻ വേണ്ടിയിട്ട് വിക്രം വന്നിട്ടുണ്ട് എന്ന്. അത് കേട്ടപ്പോൾ വേദക്ക് ഭയങ്കര സങ്കടമായി. നിറ കണ്ണുകളോട് കൂടെ വേദ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം താൻ ഇനി അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്നാലും വിക്രമിന് സങ്കടം മാത്രമേ കാണുള്ളൂ. താൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട്
പക്ഷേ പോകാതിരുന്നിട്ടുണ്ടെങ്കിൽ വിക്രം അവിടെ നിന്നും പോവത്തില്ല എന്നും വേദക്കറിയാം. അങ്ങനെ വേദ താഴേക്ക് ഇറങ്ങി വന്നു. വിക്രം മുറ്റത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വിക്രം അകത്തേക്ക് പോലും കയറിയില്ല. അങ്ങനെ വേദ ഇറങ്ങി ചെന്നപ്പോഴേക്കും വിക്രം ചോദിക്കുന്നുണ്ട്, വേദ നിനക്കിത് എന്തു പറ്റി? നീ ബാഗ് എടുത്തോണ്ട് വാ, നമുക്ക് വീട്ടിലേക്ക് തിരികെ പോവാമെന്ന് പറയും. അന്നേരം വേദ പറഞ്ഞിട്ട്, ഇല്ല വിക്രം, ഞാൻ വരുന്നില്ല എന്ന് പറയും. വരുന്നില്ലെന്നോ? അതെന്താ നീ അങ്ങനെ പറയുന്നത്? ആ ശ്രീകാര്യൻ ശ്രീനിവാസനുമായിട്ടുള്ള പ്രശ്നത്തിന്റെ പേരാണെങ്കിൽ ഇനിയിപ്പൊ അങ്ങനെയൊന്നും വേണ്ട വേദ. അയാളുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്നത്തോട് അവസാനിപ്പിച്ചു. നിനക്ക് വേണ്ടിയിട്ട് അയാളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ ഉപേക്ഷിക്കാമെന്ന് പറയും. അത് കേട്ടപ്പോൾ വേദ പറയുന്നുണ്ട്, ഇത് ഞാൻ കുറെ കേട്ടിട്ടുള്ളതാ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊപ്പം ഇനി ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പറയും. ഇത്രയും കാലം നിങ്ങൾ നന്നാവുമെന്ന് ഞാൻ കരുതി. നിങ്ങൾ നന്നാവുന്ന ലക്ഷണമൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റില്ല. ഞാൻ നിങ്ങളോടൊപ്പമുള്ള ജീവിതം മടുത്തു എന്നൊക്കെ പറയട്ടെ വേദ. അന്നേരം വിക്രത്തിന് സങ്കടാവുന്നുണ്ട്. വിക്രം പറയുന്നുണ്ട്, വേദ പ്ലീസ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. കാര്യം എന്താന്ന് വെച്ചാ പറ. ശ്രീനി സാറുമായിട്ടുള്ള പ്രശ്നത്തിന്റെ പേരിലാണെങ്കിൽ അതിന്റെ ആവശ്യമില്ല. നീ ഇവിടെ പിണങ്ങി നിൽക്കേണ്ട കാര്യവുമില്ല. വീട്ടിലേക്ക് വരാൻ പറയണം. പക്ഷേ വേദ പറയുന്നുണ്ട്, ചെല്ല്. ദൈവത്തെ ഓർത്തിട്ട് നിങ്ങൾ എന്നെ വന്നിട്ട് ഇങ്ങനെ ശല്യപ്പെടുത്തരുത്. എന്നെ ഒന്ന് വെറുതെ വിട്ടേക്ക്. ദേ, വിക്രത്തിന് നല്ലൊരു ജീവിതമുണ്ട്. വിക്രം ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി വിക്രത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഞാൻ ഒരിക്കലും വിക്രമിന് ചേർന്നതല്ല. അതുപോലെ തന്നെ വിക്രം എനിക്കും ചേർന്ന ബന്ധമല്ല. അല്ലെങ്കിലും നമ്മൾ രണ്ടുപേരും ഭാര്യ ഭർത്താക്കന്മാരായിട്ടില്ലല്ലോ. ഇതുവരെ കല്യാണം കഴിഞ്ഞു എന്നല്ലാതെ നമ്മൾ ഒരിക്കലും രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചിട്ടില്ലല്ലോ. ഒരിക്കലും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടുണ്ടോ? ഒരു അപ്രത്യക്ഷമായ ഒരു മുഹൂർത്തത്തിൽ വിക്രം എന്റെ കഴുത്തിൽ താലി ചാർത്തി. പക്ഷേ വിക്രം ഒരിക്കലും ആ ബന്ധത്തെ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. വിക്രം തന്നെ നാഴികക്ക് 40 വട്ടം പറയുമായിരുന്നല്ലോ, ഞാൻ കെട്ടി വെറും ഒരു താലി മാത്രമേ നിന്റെ കഴുത്തിലുള്ളൂ എന്ന്. എല്ലാവരുടെയും മുന്നിൽ വെച്ച് രണ്ടാമത് താലി കെട്ടുന്ന സമയത്ത് വിക്രം അത് കെട്ടാൻ പോലും താല്പര്യമില്ലായിരുന്നു. പിന്നീടിപ്പോൾ ഞാൻ ആലോചിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. വിക്രമിന് എന്നോട് ഒട്ടും തന്നെ താല്പര്യമില്ല എന്ന്. അപ്പോൾ പിന്നെ ഞാൻ വിക്രമിന്റെ ജീവിതത്തിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിന്നിട്ട് കാര്യമില്ല എന്നും എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഒഴിവാവുന്നതല്ലേ നല്ലത് എന്ന് പറയും. ദൈവത്തെ ഓർത്തിട്ട് നിങ്ങളൊന്ന് പോയി തരണം എന്നൊക്കെ പറയട്ടെ വേദ. അങ്ങനെ വേദ വിക്രമിന് മുന്നിൽ കൈ കൂപ്പി നിൽക്കാണ്. വേദയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് വിക്രമിന് വല്ലാത്ത സങ്കടവും അതുപോലെ വല്ലാത്തൊരു ബുദ്ധിമുട്ടും തോന്നും. അതിനുശേഷം വേദ ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറിയിട്ടങ്ങ് വാതിലടച്ചു. കഥ കടച്ചിട്ട് വേദ മുറിയിലേക്ക് പോയിട്ട് ഒരൊറ്റ കരച്ചിലായിരിക്കും. അത്രയും സമയം ആ പിടിച്ചു വെച്ചിരുന്ന കരച്ചിൽ മുഴുവൻ അങ്ങ് പൊട്ടി പൊട്ടി തീർക്കാണ്. വേദക്കും വിക്രമിന്റെ കൂടെ ഓടി ഇറങ്ങി പോവണമെന്നുണ്ട്. പക്ഷേ ശ്രീകാന്ത്, അയാൾ ഒരിക്കലും അടങ്ങിയിരിക്കില്ല എന്ന് വേദക്കറിയാം. അതുകൊണ്ട് മാത്രമാണ് വേദ ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുന്നത്. വേദ നിസ്സഹായയായ അവസ്ഥയിലായിരുന്നു. വിക്രം തകർന്ന മനസ്സോടുകൂടിയാണ് വീട്ടിലേക്ക് തിരികെ പോകുന്നത്. വിക്രത്തിന്റെ കണ്ണാകെ നിറഞ്ഞു വന്നിരുന്നു. വിക്രമിന് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. അങ്ങനെ വിക്രം വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ കമലമ്മ വന്ന് ചോദിക്കുന്നുണ്ട്, എന്തായി മോനെ കാര്യങ്ങൾ? നീ അവളെ കണ്ടോ? അവളോട് സംസാരിച്ചോ? അവൾ എന്ത് പറഞ്ഞു? അവൾ വരാമെന്ന് പറഞ്ഞോ എന്നൊക്കെ ചോദിക്കും. ഭയങ്കര പ്രതീക്ഷയോട് കൂടെ ആയിരിക്കട്ടെ കമലമ്മ വേദയെ കാത്തിരിക്കുന്നത്. പക്ഷേ വേദ തിരിച്ചു വന്നില്ല. കമലമ്മക്ക് അത് ഭയങ്കര വിഷമമായി. വേദ തിരികെ വന്നില്ല എന്നറിഞ്ഞപ്പോഴേക്കും കമലമ്മ സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഈ സമയത്ത് തന്നെ വിക്രമിന്റെ ബുദ്ധിമുട്ടും ടെൻഷനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കമലമ്മ പറയുന്നുണ്ട്, മോനെ വിഷമിക്കണ്ടടാ, അവൾ എന്തായാലും ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുമെന്ന കാര്യം എനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ പറയും. അന്നേരം വിക്രം അമ്മയെ കെട്ടിപ്പിടിച്ചൊക്കെ കരയാണ്. കാരണം അവസാന ആശ്രമമെന്നും വിക്രമിന് അമ്മയാണല്ലോ. എന്ത് പ്രശ്നമുണ്ടായാലും ഓടിപ്പോയി കരയാനും കെട്ടിപ്പിടിക്കാനും പറ്റുന്നൊരിടമ അമ്മ തന്നെയാണല്ലോ. അപ്പോൾ അമ്മമാരാകുമ്പോൾ തിരിച്ചൊന്നും തന്നെ പറയത്തുമില്ല. അങ്ങനെ വിക്രമിന് ഒരു ബോധ്യമുണ്ട്. അല്ലെങ്കിലും തന്റെ അമ്മ തന്നെ മനസ്സിലാക്കുന്നുണ്ടെന്ന് വിക്രമിന് നന്നായിട്ട് അറിയാം. അങ്ങനെ കമലമ്മയെ കെട്ടിപ്പിടിച്ചങ്ങ് കരയായിരിക്കട്ടെ വിക്രം. കമലമ്മക്ക് സങ്കടം സഹിക്കാനാവില്ല. വിക്രം ഇതുവരെ ഇതിനു മുൻപ് ഇതിനേക്കാളും വലിയ പ്രശ്നങ്ങളുണ്ടായിട്ടും വിക്രം ഇങ്ങനെയൊന്നും കരഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോഴൊന്നും അങ്ങനെയില്ല. വിക്രം ആകെ തകർന്നു പോയിരിക്കുന്നു. തകരാൻ കാരണമുണ്ട്. കാരണം വിക്രത്തിന് വേദ ഇപ്പോൾ ജീവന്റെ ജീവനാണ്. അതുപോലെ തന്നെ തിരിച്ചു വേദക്കും അങ്ങനെ തന്നെയാണ്. രണ്ടുപേരുടെയും ഉള്ളിൽ പ്രണയമുണ്ട്. ആ ഒരു പ്രണയം ഒരിക്കലും കാണാതിരിക്കാൻ പറ്റില്ല. ഒരു ദിവസം പോലും ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ പറ്റില്ല. അടുത്തുണ്ടായിരുന്നപ്പോൾ ഈ ഒരു പ്രണയത്തിന്റെ ആഴമെല്ലാം തന്നെ അവർക്ക് മനസ്സിലായതായിരുന്നു. എത്രമാത്രം ആഴത്തിലുള്ള സ്നേഹമാണെന്ന് അറിയാത്തത് കൊണ്ടല്ല, പക്ഷേ അകന്നൊരു ദിവസം ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് അവർ തമ്മിലുള്ള സ്നേഹം എത്രമാത്രമാണെന്ന് അവർക്ക് പോലും മനസ്സിലാവുന്നത്. അതുപോലെ തന്നെയാണ് വിക്രമും വേദയും. വിക്രമിന്റെ കരച്ചിൽ കണ്ടപ്പോൾ കമലമ്മക്ക് ഭയങ്കര വിഷമമായി. കമലമ്മ ഒരു വിധത്തിൽ വിക്രമിനെ ആശ്വസിപ്പിച്ചു. പിന്നീട് കമലമ്മ പോയി മാഷിനോട് പറയുന്നുണ്ട്, മാഷെ എങ്ങനെയെങ്കിലും അവളെ ഇങ്ങോട്ടേക്ക് തിരികെ കൂട്ടിക്കൊണ്ടുവരണം. നമുക്ക് പോയിട്ട് അവളുടെ കയ്യോ കാലോ പിടിച്ചിട്ടാണെങ്കിലും അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാമെന്നൊക്കെ പറയട്ടോ കമലം. പക്ഷേ മാഷി പറയുന്നുണ്ട്, അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ഒരു തീരുമാനമുണ്ട് കമലെ. നീ ഉദ്ദേശിക്കുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങൾ. എന്തോ കാര്യമായിട്ട് തന്നെ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ വേദ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. അവൾ നിസാരമായിട്ട് ഒരു കാര്യത്തെ തള്ളിക്കളയുന്നവളല്ല. എനിക്കറിയാം എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അതൊന്നും നമുക്കറിയില്ലല്ലോ. നമ്മൾ ചെന്നു കഴിഞ്ഞാൽ പിന്നെ വെറുതെ നാണം കെടാമെന്നല്ലാതെ അവൾ വരുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല.
അങ്ങനെ അന്നത്തെ ആ ഒരു രാത്രിയിലാണെങ്കിൽ വിക്രമിന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെയായിരുന്നു വേദക്കും. വിക്രമിന്റെ മനസ്സിലേക്ക് പല പല ചിന്തകൾ അങ്ങനെ കടന്നു വന്നു. അങ്ങനെ വിക്രം ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ വേദയുടെ ഒരു ഫോട്ടോ, മുല്ലപ്പൂ മാല പോലെ ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോ കണ്ടു. അത് കണ്ടപ്പോൾ വിക്രം ആ ഫോട്ടോ എടുത്ത് നെഞ്ചോടുത്ത് ചേർത്ത് പിടിക്കുകയാണ്. അത് വിക്രം ഒരു തവണ വാങ്ങിച്ചു കൊടുത്തതാണ്. കാരണം മാല വേണമെന്ന് പറഞ്ഞപ്പോൾ അത് വാങ്ങിച്ചു കൊടുത്തതാണ്. മുല്ലപ്പൂ മാല വേണമെന്ന് പറഞ്ഞപ്പോൾ അതിങ്ങനെ ഒരു പ്ലാസ്റ്റിക് മുല്ലപ്പൂവായിരുന്നു. അത് വാങ്ങിച്ചു കൊടുത്തിട്ട് ഇത് വെച്ചോ, നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറയും. അത് അങ്ങനെയൊക്കെ പറഞ്ഞ് വേദക്ക് കൊടുത്തതായിരിക്കും. എന്നിട്ട് അത് വെച്ചിട്ടൊരു ഫോട്ടോ എടുത്തതായിരുന്നു. ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ വിക്രമിന്റെ കണ്ണാകെ നിറഞ്ഞൊഴുകി. വിക്രമിന് അന്നത്തെ രാത്രി ഒരു പോള പോലും കടന്നുറങ്ങാൻ പറ്റിയില്ല. അതുപോലെ തന്നെയായിരുന്നു വേദയുടെ അവസ്ഥ. വേദക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നേയില്ല. വേദ കട്ടിലിൽ കമഴ്ന്ന് കിടന്ന് കരയുക തന്നെയായിരിക്കും. പക്ഷേ ദീപ്തിക്ക് മനസ്സിലായി വേദയുടെ മനസ്സിൽ എന്തോ വലിയ ടെൻഷൻ ഉണ്ട് എന്ന കാര്യം. പക്ഷേ അതെന്താണെന്നൊന്നും അറിയില്ല. കാര്യമായിട്ട് എന്തോ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് എന്ന് ദീപ്തിക്ക് മനസ്സിലായി. അത് പക്ഷേ വിക്രമേട്ടനുമായിട്ടുള്ളതാണോ എന്ന് അറിയത്തില്ലല്ലോ. അങ്ങനെ പിറ്റേ ദിവസമായപ്പോൾ വിക്രം നേരെ ദീപ്തിയെ വിളിക്കാണ്. വിക്രമും ദീപ്തിയും തമ്മിൽ കണ്ടുമുട്ടും. കാണുന്ന സമയത്തിന് ദീപ്തി വിക്രമിനോട് കാര്യങ്ങൾ ചോദിച്ചറിയും. എന്താ വിക്രമേട്ട വേദേച്ചിക്ക് സംഭവിച്ചത്? വേദേച്ചി അങ്ങനെ വീട്ടിലേക്ക് വരണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം കാണില്ലേ? എന്താ കാരണം എന്നൊക്കെ ചോദിക്കുന്ന സമയത്തിന് വിക്രം പറയുന്നത്, എനിക്കറിയില്ല മോളെ, കാരണം എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഞങ്ങൾ തമ്മിൽ ഇതുവരെ ഒരു വഴക്കോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ദീപ്തി പറയുന്നുണ്ട്, എന്തോ വേദ ചേച്ചിയുടെ മനസ്സിൽ കടന്നു കൂടിയിട്ടുണ്ട്. എന്ത് കാര്യമാണെന്ന് ഞങ്ങൾ ആരും ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. വേദ ചേച്ചിക്ക് വിക്രമേട്ടൻ എന്ന് വെച്ചാൽ ജീവനാണ്. വേദ ചേച്ചി വീട്ടിൽ വന്നതിന് ശേഷം നേരാവണ്ണം ആഹാരം പോലും കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അത്രമാത്രം സങ്കടത്തിലാണ് ചേച്ചി. ആ വീടുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പോവാൻ പോലും പറ്റില്ല. വേദേച്ചിയുടെ മനസ്സിൽ എപ്പോഴും വിക്രമേട്ടൻ മാത്രമേ ഉള്ളൂ. അത്രക്ക് സ്നേഹമാണ് എന്നൊക്കെ പറയും. അത് കേട്ടപ്പോൾ വിക്രമിന് ഭയങ്കര വിഷമമായി. ഈ സമയത്ത് വിക്രം പറയുന്നുണ്ട്, ഇതിന്റെ പിന്നിൽ ആരോ കളിക്കുന്നുണ്ടെന്നൊന്നും എനിക്കറിയില്ല ദീപ്തി. എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത്? എന്തൊക്കെയോ ദുരൂഹതയുണ്ട്. ഒരു കാര്യവുമില്ലാതെ വേദ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറയാണ് വിക്രം. ഇതേ സമയത്തിന് വേദയുടെ അടുത്തേക്ക് ചെന്ന് ശ്രീകാന്ത് പറയുന്നത്, ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ നടപ്പിലാക്കണം. ഡിവേഴ്സ് നോട്ടീസ് അയക്കാൻ പോവുകയാണ്. ഡിവേഴ്സ് നോട്ടീസ് വിക്രമിനെതിരായിട്ട് അയക്കാൻ പോവുകയാണ് എന്ന് പറയും. വിക്രമിനെതിരായിട്ട് ഡിവേഴ്സ് നോട്ടീസ്, അത് എത്രയും പെട്ടെന്ന് തന്നെ ഡിവേഴ്സ് കിട്ടണമെന്ന് പറഞ്ഞു കൊടുത്തിന്. അപ്പം നേരത്തെ അതിൽ സൈൻ ചെയ്ത് കൊടുത്തിരുന്നല്ലോ. മാഷിനെ വെറുതെ വിടണമെങ്കിൽ അങ്ങനെ ഡിവേഴ്സ് നോട്ടീസിൽ സൈൻ ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേദയെ വിളിപ്പിക്കുന്നുണ്ട്. വേദക്ക് അത് ചെയ്തു കൊടുക്കാതിരിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ വിക്രമിന്റെ പേരിൽ നോട്ടീസ് അയച്ചു കൊടുക്കുകയാണ്. ആ നോട്ടീസ് കണ്ടു കഴിഞ്ഞപ്പോൾ വിക്രം ആകെ ഞെട്ടിപ്പോയി. ഡിവേഴ്സ്, അതും വേദ അയച്ചിരിക്കുന്നു. വേദയുടെ സൈൻ ഉണ്ട്. എങ്ങനെ, എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ആകെപ്പാടെ തകർന്നിരിക്കുകയായിരുന്നു വിക്രം. ഒടുവിൽ വർക്ക്ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറയുന്നുണ്ട്, ഇതിലെന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് വിക്രം, നീ ഒന്ന് അന്വേഷിച്ച് നോക്ക്. ഒരു കാരണവശാലും ഞങ്ങൾക്കറിയാവുന്ന വേദ ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യില്ല എന്നൊക്കെ പറയും. ഒടുവിൽ അവർ വേദയെ കാണാൻ പോയി. വർക്ക്ഷോപ്പിൽ നിന്നും രാജേട്ടനൊക്കെ പോയിട്ട് വേദയോട് പറയുന്നുണ്ട്, അവൻ നന്നാവാമെന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് വേദ ഇങ്ങനെയൊക്കെ എന്നൊക്കെ ചോദിക്കും. പക്ഷെ വേദ അവരോട് കാര്യമായിട്ടൊന്നും മറുപടിയൊന്നും പറയുന്നില്ല. ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മാഷിനും കമലമൊക്കെ ഭയങ്കര സങ്കടമായിട്ടോ. ഡിവേഴ്സ് ആണെന്നറിഞ്ഞപ്പോൾ നന്ദിനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. രക്ഷപ്പെട്ടു, ഇനി അവൾ ഇങ്ങോട്ടേക്ക് വരത്തില്ലല്ലോ, അവളുടെ ശല്യമങ്ങ് ഒഴിഞ്ഞല്ലോ എന്നൊക്കെയായിരിക്കും നന്ദിനി ഓർക്കുന്നത്. പക്ഷേ വിക്രമിന്റെ മനസ്സിൽ സംശയം അങ്ങനെ കടന്നുകൂടി. വേദ ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ടതില്ല. പിന്നെ വിക്രം ഓരോന്നിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോഴാണ് ഓർക്കുന്നത് ശ്രീകാന്തിന്റെ അടുത്തേക്ക് കയറിപ്പോകുന്നത്. അന്ന് വേദ ശ്രീകാന്തിന്റെ അടുത്തേക്ക് കയറിപ്പോകുന്ന ആ ഒരു കാര്യം, വിക്രം കണ്ട ആ ഒരു കാര്യം. അന്ന് വേദ ആകെ ടെൻഷനായിരുന്നു. ആ ടെൻഷനായിരുന്ന ദിവസങ്ങളിലൊക്കെ ശ്രീകാന്തിന്റെ ഓഫീസിലേക്ക് അവൾ പോകുന്നുണ്ടായിരുന്നു. ഒരു ദിവസമൊക്കെ താമസിച്ചാ വന്നത്. ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ അന്വേഷിക്കുകയാണ് വിക്രം. ഒടുവിൽ അന്വേഷിച്ചു വന്നു കഴിഞ്ഞപ്പോഴേക്കും വിക്രമിന് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ശ്രീകാന്തിനെ കാണാണ് വിക്രം. ശ്രീകാന്ത് വിക്രമിനെ വെല്ലുവിളിക്കുന്നുണ്ട്. ഞാൻ അന്നേ പറഞ്ഞതല്ലേ അവളെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരുമെന്ന്, ഇപ്പൊ എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കും. അങ്ങനെ വെല്ലുവിളി പോലെ ചോദിക്കാണ്. അപ്പോഴേക്കും വിക്രമിന് മനസ്സിലായി ഇതിന്റെ പിന്നിൽ ശ്രീകാന്ത് ഉണ്ട് എന്ന കാര്യം. അങ്ങനെ വിക്രം ദീപ്തിയുമായി സംസാരിച്ചു. ഇതിനെക്കുറിച്ച് സംസാരിച്ച് വേദയോട് ഒന്നുകൂടി സംസാരിക്കാൻ പറയാണ്. അങ്ങനെ വേദയോട് സംസാരിച്ച് അവസാനം സത്യങ്ങളൊക്കെ വിക്രം തിരിച്ചറിയുന്നുണ്ട്. അച്ഛനെ തട്ടിക്കൊണ്ടുപോയതിന്റെ പിന്നിൽ ശ്രീകാന്താണ്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് വേദ ഇങ്ങനൊരു കാര്യം ചെയ്തത് എന്നൊക്കെ വിക്രം അറിഞ്ഞു. ഇതൊക്കെ അറിഞ്ഞിട്ട് വിക്രമിന് സഹിക്കാൻ പോലും പറ്റിയില്ല. വിക്രം ശ്രീകാന്തിനെ എടുത്തിട്ട് അങ്ങ് പഞ്ഞിക്കിടുന്നുണ്ട്. അവസാനം വേദയും കൂട്ടിക്കൊണ്ട് തന്നെ പോരുന്നുണ്ട്. സത്യമെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം ശ്രീകാന്തിനിട്ട് നല്ല മുട്ടം പണി കൊടുത്തതിന് ശേഷം തന്നെ ആയിരിക്കട്ടോ വിക്രം വേദയെ തിരിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് എപ്പിസോഡ് ഞാൻ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ബൈ.